ഹായ് സ്റ്റുഡൻസ്, CBSE സയൻസ് ട്യൂഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആയിഷ ദിയ. ഈ ചാനൽ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7th സ്റ്റാൻഡേർഡിലെ സയൻസ് സബ്ജക്റ്റിലെ ചാപ്റ്റർ 3 ഫൈബർ ടു ഫാബ്രിക് എന്നതിലെ പാഠഭാഗങ്ങളാണ്. ഫൈബർ എന്ന് വെച്ചാൽ നാരുകളാണ്, ഫാബ്രിക് എന്ന് വെച്ചാൽ വസ്ത്രങ്ങളും. ഫാബ്രിക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെയിൻലി ആയിട്ട് ഉപയോഗിക്കുന്ന നാരുകൾ ലഭിക്കുന്നത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. എന്നാൽ മെയിൻ ആനിമൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത് വൂൾ എന്നാൽ കമ്പിളിയും, മറ്റൊന്ന് സിൽക്കാണ്, പട്ടുനൂല്. ഇതിൽ വൂൾ ലഭിക്കുന്നത് പ്രധാനമായിട്ട് വൂൾ നൽകുന്ന മൃഗങ്ങളായിട്ടുള്ള ഷീപ്പ്, യാക്ക്, അങ്കോള ഗോട്ട് എന്നിവയാണ്. ഇതിൽ ഷീപ്പ് എന്നാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചെമ്മരിയാടാണ്. അതുപോലെ തന്നെ ടിബറ്റ്, ലഡാക്ക് ഏരിയകൾ കാണപ്പെടുന്ന യാക്ക്, ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്ന അങ്കോള ഗോട്ട്, ലാമ, അൽപാക്ക, പ്രത്യേകതരം ക്യാമൽ എന്നിവയെല്ലാം വൂൾ നൽകുന്ന ആനിമലുകളാണ്. ഷീപ്പിൽ നിന്ന് ലഭിക്കുന്ന വൂളിനെ നമുക്ക് ഫ്ലീസ് എന്ന് വിളിക്കാം. ഈ ഫ്ലീസ് രണ്ട് തരം നാരുകൾ, ഫൈബേഴ്സ് അടങ്ങിയതാണ്. ഫസ്റ്റ് വൺ കോസ് ബിയേർഡ് ഹെയർ, അതായത് ലോങ് ആയിട്ടുള്ള. മറ്റൊന്ന് ഫൈൻ സോഫ്റ്റ് അണ്ടർ ഹെയർ ക്ലോസ് ടു ദ സ്കിൻ. ഇത്തരം ഫൈബേഴ്സിൽ ഫൈൻ സോഫ്റ്റ് ഹെയർ നിയർ ടു ദ സ്കിൻ, ഇതാണ് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ കമ്പിളിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്വഭാവമുള്ള ഹെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരം സ്വഭാവത്തിലുള്ള പാരൻസിനെ ഒരുമിച്ച് വളർത്തി അത്തരത്തിൽ ഹെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്ങിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവയെ വളർത്തിയെടുക്കുന്ന രീതിയാണ് സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഇത്തരം കമ്പിളി ലഭിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം.